സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ PSC ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന LDC റിസൾട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ടിപ്പം ഇന്ന് കാസർഗോഡിൻ്റെ LDC റിസൾട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ നല്ല പോലെ ആളെ കുറച്ചിട്ടുണ്ട് ഇത്തവണ. മാക്സിമം ആൾക്കാരെ തള്ളാനാണല്ലോ ഇപ്പം നോക്കുന്നത്. അപ്പം എത്ര പേരാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ്? 344 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സപ്ലിമെൻ്ററിയിൽ ഒരു 20 പേരും കൂടെ കൂടുതൽ, 364 പേര്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 20 പേരും. അപ്പം മൊത്തം കൂടെ 728 പേരുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ PSC കാസർഗോഡ് LDCയുടെ റിസൾട്ട് ഷോർട്ട് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ LDC കട്ട് ഓഫ്, കാസർഗോഡ് LDCയുടെ കട്ട് ഓഫ് 59.33 മാർക്കുകളായിരുന്നു. അപ്പം അത് മേടിച്ചവരെല്ലാം ഈ മെയിൻ ലിസ്റ്റ് കറക്റ്റ് വന്നിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ തവണത്തെ LDC മാർക്ക് ലിസ്റ്റ്, കാസർഗോഡിൻ്റെ LDC മാർക്ക് ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെക്കാളും വളരെ കുറച്ച് ആൾക്കാരെ ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ തവണ 1064 സംതിങ് ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. പക്ഷേ ഇത്തവണ എത്രയാണ്? 700 സംതിങ്ങേ ഉള്ളൂ, 728 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ PSC പറഞ്ഞ് വെച്ചിട്ട്, അതായത് മറ്റേ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറും LDCയും കൂടെ ഒരുമിച്ച് ആക്കുമെന്നും പറഞ്ഞാണ് അവർ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലിസ്റ്റ് ശരിക്കും അങ്ങനെയാണെങ്കിൽ ലിസ്റ്റ് വലിയ തുറന്ന് ഇടേണ്ടതായിരുന്നു. പക്ഷേ ഇത് ആളെ എടുക്കാനല്ല, ഒരു ലിസ്റ്റ് അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്കെല്ലാം കൺഗ്രാറ്റ്സ്. ഇല്ലാത്തവരെ വിഷമിക്കേണ്ട, നല്ലപോലെ ഹാർഡ് വർക്ക് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇനി എന്തായാലും ഈ ഷോർട്ട് ലിസ്റ്റ് വന്നവർക്കെല്ലാം വെരിഫിക്കേഷൻ എന്തായാലും ഇനി മെസ്സേജ് വരുമായിരിക്കും, PSCന്ന് മെസ്സേജ് വരുമായിരിക്കും. ഓഫ്ലൈൻ വെരിഫിക്കേഷനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുമായിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ വെരിഫിക്കേഷനാണ് ചെയ്യുന്നത്. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് എന്നിട്ട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.